ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ ഇൻ സെർച്ച് ഓഫ് എ സീക്രട്ട്, ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാരണം നമുക്കറിയാം, പരീക്ഷയ്ക്ക് 4 ചാപ്റ്ററുകളാണ് എക്സാമിനേഷൻ ഉള്ളത് ഈ ഓണ പരീക്ഷയ്ക്ക്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ ഭൗമ രഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ഇൻ സെർച്ച് ഓഫ് എ സീക്രട്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്, അതുപോലെ 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്, ചില സമയങ്ങളിൽ 5 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യനുകളിൽ വരെ വരുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് തന്നെ എന്താ? ഭൗമ രഹസ്യങ്ങൾ തേടി, എർത്തിന്റെ സീക്രട്ടുകളാണ്. അപ്പൊ ഈ എർത്തിന്റെ ഇന്നർ പാർട്ട് എന്ന് വെച്ചാൽ എർത്തിന്റെ ഉള്ളറകളെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇന്ന് ഷോർട്ട് ആക്കിയിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാന്നാണ് പഠിക്കുന്നത്. സോ മക്കളെ, റെഡി ആണല്ലോടാ? റെഡിയാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എർത്തിനെ 3 പീസുകളാക്കിയിട്ട് തരംതിരിക്കാം. ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്ന സമയത്ത് അതിനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തതാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം. അതേസമയം രണ്ടാമത്തതാണ് മാന്റിൽ അഥവാ മാന്റിൽ തന്നെയാണ്, മാറ്റൊന്നുമില്ല. അതേസമയം മൂന്നാമത്താണ് കാമ്പ്. എന്താണ്? കാമ്പ് അഥവാ കോർ കേട്ടോ, കോറാണ് കാമ്പ് എന്ന് പറയും. ഈ 3 തരംതിരിക്കാം. ഇവിടെ ഇതാ ഇന്നർ കാമ്പ്, അതുപോലെ തന്നെ ഔട്ടർ കാമ്പ്. അതേസമയം ഇന്നർ കോർ, ഔട്ടർ കോർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഭൂമിയെ നമ്മൾ 3 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയാ? ക്രസ്റ്റ്, മാന്റില്, കാമ്പ്. ഭൂവൽക്കം, മാന്റില്, കാമ്പ്. ഓക്കെ, കോർ നമ്മൾ എന്ത് ചെയ്തു? 3 തരംതിരിച്ചു. അതിൽ ഓരോന്നിന്റെയും ഡീറ്റെയിലുകൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇവിടെ നിന്നാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഒന്നാമത് പറയുന്ന ഭൂവൽക്കം എന്ന് പറയുന്ന ക്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരെല്ലാം നിലകൊള്ളുന്ന, മനുഷ്യന്മാരും മറ്റു ജീവികളെല്ലാം നിലകൊള്ളുന്ന, നമ്മളെല്ലാം ജീവിക്കുന്ന ക്രസ്റ്റ് എന്ന് വെച്ചാൽ ഭൂമിയുടെ പുറത്തെ തോടാ. നമ്മുടെ ആമയൊക്കെ ഇല്ലേ, ആമയുടെ പുറത്തൊരു തോടുണ്ടാവില്ലേ, അതുപോലെ ഭൂമിയുടെ ഒരു പുറന്തോടായിട്ട് ഒരു ഔട്ടർ ഷെല്ലായിട്ട് വർക്ക് ചെയ്യുന്ന, ഭൂമിയുടെ ഒരു ഔട്ടർ ഷെല്ല് അതോ ഒരു പുറന്തോടായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അത് താരതമ്യേന കട്ടി കുറഞ്ഞിട്ടല്ല, കമ്പാരിറ്റീവ്ലി കട്ടി കുറവാ. കാരണം കട്ടി കുറവ് എന്ന് പറയാനുള്ള കാരണം തരും, ആകെ ഇതിന്റെ കട്ടി എന്ന് പറയുന്നത് 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആഹാ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാറേ 40 കിലോമീറ്റർ എത്ര വലിയ കട്ടി കുറവാ? 40 കിലോമീറ്റർ എത്ര ദൂരമുണ്ട് സാറേ? ഭൂമിയുടെ അടിക്ക് 40 കിലോമീറ്റർ ഒരുപാട്. 40 കിലോമീറ്റർ കട്ടി കുറവാന്ന് പറയാനുള്ള കാരണം തരുമോ? മാൻഡിലിന്റെ കട്ടി പറഞ്ഞാൽ 2900. അത് കഴിഞ്ഞിട്ട് 6000-ഓളമാണ് ഏതിന്റെ കട്ടിയുള്ളത്? കോറിന്റെ കട്ടിയുള്ളത്. സോ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വെറും 40 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി തിന്നായിട്ടുള്ള, കട്ടി കുറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഇതിനെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. കാരണം നമ്മുടെ കരഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ലാൻഡ് ഏരിയ, നമ്മുടെ ഈ ക്രസ്റ്റ് ഭൂവൽക്കത്തിന്റെ ഭാഗത്ത് ഒന്ന് കടലും ഉണ്ടാവും, 2 കരയും ഉണ്ടാവില്ലേ. അത് തന്നെയാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, രണ്ടാമത്തത് ഓഷ്യാനിക് ക്രസ്റ്റ് അഥവാ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. കരപ്രദേശം കോണ്ടിനെന്റൽ ക്രസ്റ്റാ, കരഭാഗം വൻകര ഭൂവൽക്ക, ഓഷ്യൻ ഏരിയ കടലിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ സമുദ്ര ഭൂവൽക്ക. അങ്ങനെ 2 ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ തരംതിരിച്ചു. അതിന് നമ്മുടെ കോണ്ടിനെന്റൽ ക്രസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് സിലിക്കയും അലുമിനിയം കൊണ്ടാണ്. സിലിക്ക, അലുമിനിയം. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുക സിയാൽ എന്നാ വിളിക്കുക. കരഭാഗമായിട്ടുള്ള വൻകര ഭൂവൽക്ക കോണ്ടിനെന്റൽ ക്രസ്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് സിലിക്കയും അലുമിനിയം കൊണ്ട് നിർമ്മിച്ചുകൊണ്ട് അതിന് നമ്മൾ എന്ത് പേരിട്ട് കൊടുത്തു? സിയാൽ എന്ന് പേരിട്ടുള്ളൂ. അതേസമയം നമ്മുടെ ഓഷ്യാനിക് ക്രസ്റ്റ് സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ നിർമ്മിച്ചിട്ടുള്ളത് സിലിക്കനും മഗ്നീഷ്യവും കൊണ്ടാണ്. അതുകൊണ്ട് അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ. സിയാലും സിമയും. സിയാൽ ആരാ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് വൻകര ഭൂവൽക്കാണ്. സിമ ആരാ? ഓഷ്യാനിക് ക്രസ്റ്റ് സമുദ്ര ഭൂവൽക്കമാണ്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇത്ര മതി നമ്മുടെ ക്രസ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഭൂവൽക്കത്തിന്റെ കാര്യത്തിൽ ഇത്ര പഠിച്ചാൽ മതി. 2ാമത്തെ ആളിലേക്ക് നമ്മൾ പോകുന്നു. മാന്റിൽ എവിടെയുള്ളത്? ബെനീത്ത് ഓഫ് ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് താഴെ കിടക്കുന്ന ആളാണ്. ക്രസ്റ്റിന് താഴെ കിടക്കുന്ന ബെനീത്ത് ഓഫ് ദ ക്രസ്റ്റ് ആണ്. അതിന്റെ ദൂരം എത്രയുണ്ട് അറിയോ? എക്സ്റ്റെൻഡ് അപ് ടു 2900 കിലോമീറ്റർ. 2900 കിലോമീറ്റർ വരെ താഴോട്ട് കിടക്കുക. 2900 കിലോമീറ്റർ വരെ, അത്രയും താഴോട്ടുള്ള ഭാഗമാണ്. ഇത് നമുക്ക് 2 കഷ്ണം നോക്കാം. എല്ലാത്തിനും 2 കഷ്ണമാക്കാണല്ലോ. നമ്മുടെ ക്രസ്റ്റിന് 2 കഷ്ണമാക്കി, ഭൂവൽക്കത്തെ 2 കഷ്ണമാക്കി. കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യാനിക് ക്രസ്റ്റ്, സമുദ്ര ഭൂവൽക്കം, വൻകര ഭൂവൽക്കം. അതുപോലെ ഇതിനെ നമ്മൾ 2 പീസുകളാക്കുന്നു. ഒന്നാമത്തെ പീസാണ് അപ്പർ മാന്റിൽ. മലയാളം പോലും ഉപരി മാന്റിൽ. അതേസമയം 2ാമത്തെ പീസാണ് ലോവർ മാന്റിൽ, അധോ മാന്റിൽ. അപ്പർ മാന്റിലും ലോവർ മാന്റിലും. അപ്പർ എന്ന് പറഞ്ഞാൽ ഉപരി എന്ന് പറഞ്ഞാൽ മുകളിലുള്ളത്. അത് കഴിഞ്ഞാൽ അതിന് താഴെയുള്ളതാണ് ഇത് അധോ മാന്റിൽ, ലോവർ മാന്റിൽ. അങ്ങനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. അതില്
അപ്പർ മാന്റിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉപരിമാന്റിൽ മുകളിലുള്ള ഭാഗം ഉണ്ടല്ലോ, മെയ്ഡ് ഓഫ് സിലിക്കൺ കോമ്പൗണ്ട്സ്, അത് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സിലിക്കൺ കോമ്പൗണ്ട്സുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സ്റ്റേറ്റ് ഏതാണെന്നറിയോ? അത് സോളിഡ് സ്റ്റേറ്റിലാ, എന്ന് വെച്ചാൽ അത് ഖരാവസ്ഥയിലാണ്. ഒരു പാറ പോലെ കല്ല് പോലെ ഉറച്ചതാണ് അപ്പർ മാന്റിൽ. അപ്പർ മാന്റിൽ പാറ പോലെ കല്ല് പോലെ ഉറച്ചതാ. എന്നാ ലോവർ മാന്റിലോ? അധോമാന്റിൽ താഴെ കിടക്കുന്ന, അതിന് തൊട്ട് താഴെ കിടക്കുന്ന അധോമാന്റിൽ എന്താ പറയുക? ബെനീത്ത് ഓഫ് ദ അപ്പർ മാന്റിൽ. അപ്പർ മാന്റിന് താഴെയാണ്, നമുക്കറിയാം. ഉപരിമാന്റിന് താഴെ ആയിരിക്കും ഉണ്ടാവുക. മാത്രമല്ല സെമി ലിക്വിഡ് സ്റ്റേറ്റ്, അർദ്ധ ദ്രാവകാവസ്ഥയിലാണ്. ദ്രാവകമാണോ വെച്ചാൽ വെള്ളമാണോ വെച്ചാൽ വെള്ളമായിട്ടില്ല, ഖരമാണോ വെച്ചാൽ ഖരമല്ല. ഈ ഒരു അർദ്ധ ദ്രാവകാവസ്ഥ ഉണ്ടാവില്ല. ജസ്റ്റ് ലൈക്ക് ഹണി, നമ്മൾ തേനിനൊക്കെ പോലെ. തേന് പ്യുവർ ആയിട്ട് വെള്ളം പോലെയാണോ? അല്ല. എന്നാലും അർദ്ധ ദ്രാവകാവസ്ഥ, നമ്മളെ ഈ ലാവയൊക്കെ ഇല്ലേ, അതിന്റെയൊക്കെ ഒരു സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യും വരും. അതാണ് അധോമാന്റിൽ എന്ന് പറയുന്നത്, ലോവർ മാന്റിൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് കോർ എന്ന് പറയുന്നത്, കാമ്പ് എന്ന് പറയുന്നത്. സെന്റർ പാർട്ട് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ കേന്ദ്രഭാഗമാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗം, സെൻട്രൽ ആയിട്ട് കിടക്കുന്ന ഭാഗമാണ് നമ്മുടെ കോർ എന്ന് പറയുന്നത്, കാമ്പ് എന്ന് പറയുന്നത്. 2900 മുതൽ 6371 കിലോമീറ്റർ ആണ്. ആലോചിച്ച് നോക്കി, 40 കിലോമീറ്റേഴ്സ്, 40 കിലോമീറ്റർ, 2900 കിലോമീറ്റർ, 6371 കിലോമീറ്റർ. ഇതാണ് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്. 6371 കിലോമീറ്റർ വരെയാണുള്ളത്. ഇതിനെ നമ്മൾ 2 കഷ്ണമാക്കുന്നു. ഏതൊക്കെയാ? ഔട്ടർ കോറും ഇന്നർ കോറും. പുറക്കാമ്പ്, അകക്കാമ്പ്. പുറക്കാമ്പ്, അകക്കാമ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തു? 2 കഷ്ണമാക്കിയിട്ട് മാറ്റുന്നു. അതിൽ പുറക്കാമ്പ് എന്ന് പറയുന്നത് ഉരുകിയ അവസ്ഥയിലാണ്, മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. ഒരു ഉരുകിയ അവസ്ഥയിലുള്ളതാണ്. ഉരുകി പോകണമെന്നില്ലേ, അതിലെ ഉരുകിയ അവസ്ഥയിലുള്ളതാണ് ഇത് പുറക്കാമ്പ്, ഔട്ടർ കോർ. അകക്കാമ്പാണെങ്കിലോ അത് ഖരാവസ്ഥയിലാണ്. അകക്കാമ്പ് ഏതാണ്? ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് നിഫെ എന്ന് വിളിക്കും. അകക്കാമ്പിനെ നമ്മൾ ഇന്നർ കോർ നമ്മൾ വിളിക്കുന്ന പേരാണ് നിഫെ എന്നുള്ളത്. കാരണം അത് നിർമ്മിച്ചിട്ടുള്ളത് നിക്കലും അതുപോലെ തന്നെ ഇരുമ്പും കൊണ്ടാണ്. അല്ലെങ്കിൽ നിക്കൽ, NI എന്ന് പറഞ്ഞാൽ ആരാ? നിക്കലാട്ടോ, നിക്കലാണ്. അതുപോലെ തന്നെ FE എന്ന് പറഞ്ഞാൽ ആരാ? ഫെറസ് ആണ്. ഫെറസ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ സംയുക്തമാണ്, ഇരുമ്പിന്റെ അയന്റെ സംയുക്തമാണ് ഫെറസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ നിഫെ എന്ന പേരിട്ട് കൊടുക്കുന്നത്. സിയാലുണ്ട്, സിമയുണ്ട്, നിഫയുണ്ട്. ഓർക്കണേ, മാറരുതേ. നമ്മള് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ ആരാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണെങ്കിൽ ആരാണ്? അപ്പൊ ഈ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കമന്റ് ബോക്സിന്റെ താഴെ അങ്ങോട്ട് എഴുതിക്കോ. കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാലാണോ, സിമയാണോ, നിഫയാണോ? രണ്ടാമത്തെ ഓഷ്യാനിക് ക്രസ്റ്റ് സിയാലാണോ, സിമയാണോ, നിഫയാണോ? മൂന്നാമത്തത് ഇന്നർ കോറ് സിയാലാണോ, സിമയാണോ, നിഫയാണോ? ഓരോന്നും പോയിന്റുകളാക്കിയിട്ട് ഉത്തരം കൃത്യമായിട്ട് താഴെ അങ്ങോട്ട് പോകുന്നോട്ടെ. അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മൾ എക്സാം നമ്മൾ അടിപൊളിയാക്കി എഴുതാനുള്ളതാണ്. ഒരുപാട് ഐഡിയകളുമായിട്ട് നമ്മൾ വീണ്ടും വരും. ടാറ്റാ, ബൈ ബൈ.